ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 2000 കോടിയുടെ വികസനം നടത്തി, അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. ആ വികസനവുമായിട്ട് അവർ വരുമ്പോൾ അറിയാം, അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. ഓരോ ദിവസവും ആളുകൾ ആക്രമിക്കപ്പെടുന്നു, ആഴ്ചയിൽ ഒരാൾ മരണപ്പെടുന്നു, കാർഷിക മേഖലയാകെ തകർന്നിരിക്കുന്നു, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്നു. അവിടെ ഉണ്ടായ പ്രളയങ്ങളിലെ പ്രതിസന്ധികൾ പലതും മറികടക്കാൻ കഴിയാതെ പോകുന്നു. അവിടുത്തെ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ്, കുടുംബാധിപത്യ രാഷ്ട്രീയമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്താണ് ഇത്ര ആത്മവിശ്വാസം ചോദിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ 256 ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും. UDF പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ വാശിയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത്. ആ അനുഭവത്തിലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായിസം എന്താണ് എന്ന് വിസ്തരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി ആരാകുമെന്ന് സംബന്ധിച്ച് UDF-ന്റെ താങ്കൾ ചില താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. VS ജോയെ മത്സരിപ്പിക്കണമെന്നുള്ള താല്പര്യം ഉൾപ്പെടെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്? ഒരു നിലപാടും ആ കാര്യത്തിലില്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണയാണ്. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയല്ല. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. 2026 ഈ ജനദ്രോഹ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന നരേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടു, മിനിയാന്നാണ് 4ാം വാർഷികം. അമ്മായിയപ്പനും മരുമകനും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായി കൈമാറുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കേക്ക് മുറിക്കൽ ഇവിടെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പട്ടിണി ജാഥ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു 100 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത ഗവൺമെൻറ് കേരളത്തിൽ ഇവിടെ അടക്കി വാഴുകയാണ്. അതിനെതിരെയുള്ള പ്രതികരണമില്ലാതിരിക്കുമോ? അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി വരാനിരിക്കുന്ന 2026 ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനവിധിയായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരിക. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അതവർ നിറവേറ്റും. വലിയ ഭൂരിപക്ഷത്തിന് UDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും. ഞാൻ പറഞ്ഞില്ല, ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല. അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി. ആ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമകനും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ അതിൻ്റെ നേർചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമല്ല. 2ാം ഘട്ടം ചോദിച്ചപ്പോഴും നമ്മൾ തീർത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്കത് തീരുമാനിക്കാം, അതിൻ്റെ റൈറ്റ് നിങ്ങൾക്കുണ്ട്, അതവർ തീരുമാനിക്കും. പ്രഖ്യാപനം പെട്ടെന്ന് വേണം എന്നുള്ളതാണോ അങ്ങയുടെ നിലപാട്? കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അല്ല, അവിടെ 10 ദിവസം മതി. ഇനി 10-25 ദിവസം ഉണ്ടല്ലോ. 15 ദിവസം അധികമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വെറും 10 ദിവസം മതിയെന്ന്. ആ വോട്ടിംഗ് അവിടെ നടന്നാൽ മതി. ജനങ്ങളതിനെ കാത്തിരിക്കുകയാണ്. ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം നിലമ്പൂരിലില്ല. ഇപ്പോൾ ഈ 98 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പിണറായി കുടുംബം ഒക്കെ വരുമല്ലോ. ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒന്നും UDF-നെ സംബന്ധിച്ച് അതിനൊന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത്
ഇവർ നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വലിയൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ട് അതിൻ്റെ PWD മന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്താണ് ഒരു മന്ത്രിക്ക് ഒരു ശേഷിയില്ലാത്തത്? അപ്പോൾ ഇത്ര ശേഷി കുറഞ്ഞവരാണോ ഇവർ? റീല് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വിചാരിച്ചോ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിന്ന് അതിനെ നേരിടുന്നവനാണ് നേതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂക്കാതെ പഴുത്തതാ. ഇത് ചവിട്ടിക്കുട്ടി പഴുപ്പിച്ചിട്ട് വെച്ചതാണ് ഈ മന്ത്രിയെ. അതെന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ. മറ്റത് ഓളത്തിനനുസരിച്ച് നീന്താൻ ആർക്കാ കഴിയാത്തത്? ഒരു തിര എതിരെ വന്നപ്പോൾ ഓടി ഒളിക്കുകയാണ്. 3 ദിവസം വാതിലടച്ചിരുന്നു. 3-ാമത്തെ ദിവസം പിന്നെ ഫേസ്ബുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ സ്റ്റെപ്പിൻ ചെയ്യുന്നത്. ഇത്രമാത്രം അധൈര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നത്? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റീലുകളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ. PV അൻവറാണ് പ്രതികരിക്കുന്നത്. ഏത് ചെകുത്താൻ മത്സരിച്ചാലും UDF വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്നാണ്. വോട്ടെടുപ്പ് നടന്നാൽ മതി, ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് കൂടുതലാണ്. പ്രതികരണം. 10 ദിവസം മതി എന്നാണ്. ചെറിയ കേസ് അല്ലെ? അങ്ങനെയാണ് അൻവറിന്റെ പ്രതികരണം വരുന്നത്.